5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ. ഇത് ഒരു വൈമാനികൻ മാത്രം ഉള്ള വിമാനമായിരിക്കും. സിംഗിൾ സീറ്റ്, ട്വിൻ എൻജിൻ, ഇരട്ട എൻജിൻ ആണ് ഇതിനുണ്ടാവുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് കോട്ടിങ്സ്, ഇതിൻ്റെ പുറത്ത് ഈ റഡാറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെയുള്ള നിറങ്ങളും ഒക്കെ അടിച്ചിട്ടുള്ള സംഭവമായിരിക്കും. പിന്നെ ഇതിനൊരു ഇൻറ്റേർണൽ വെപ്പൺ ബേ ഉണ്ടാവും. ഇൻറ്റേർണൽ വെപ്പൺ ബേ എന്ന് പറഞ്ഞാൽ മിസൈലൊക്കെ വയ്ക്കുന്ന സംവിധാനം, ബേ, മിസൈൽ ബേകൾ ഇതിനുണ്ടാവും. ഇത് നമ്മൾ പണിയാൻ പോകുന്നത് 125 5th ജനറേഷൻ സ്റ്റെൽത്ത് ജെറ്റുകളാണ്. 125 എണ്ണം നമ്മുടെ വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ട്. 2035 ഇത് വ്യോമസേനയുടെ സർവീസിൽ എത്തും. ഇന്ന് തുടങ്ങി 10 കൊല്ലം കൂടുമ്പോൾ, 10 കൊല്ലത്തെ പദ്ധതിയാണ്. അപ്പോൾ 2035 വ്യോമസേനയിൽ ചേരണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2033 ആവുമ്പോഴേ സാധനം പരീക്ഷണമൊക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കണമല്ലോ. അപ്പോൾ ആ പദ്ധതിയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഈ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളുടെ കയ്യിലേ ഇപ്പോൾ ഉള്ളൂ. അമേരിക്കയുടെ F-22, F-35 ഈ ഇനത്തിൽ വരും. ചൈനയുടെ J-20 ഈ ഇനത്തിൽ വരും. റഷ്യയുടെ Su-57 ഈ ഇനത്തിൽ വരും. നമ്മൾ 4ാമത്തെയൊക്കെ രാജ്യമായിട്ട് സ്റ്റെൽത്ത് ഫൈറ്റർ നിർമ്മാണത്തിൽ വരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.